കണ്ണാടി എന്ന് പറയുന്നതേ നമ്മുടെയൊക്കെ റിഫ്ലക്ഷൻ ആയില്ലേ? പക്ഷെ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്തോ, നമുക്ക് ഭയങ്കര സന്തോഷം വരുമ്പോഴാണ് നമ്മൾ കൂടുതലും കണ്ണാടി നോക്കുക. നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ നമ്മൾ അധികം കണ്ണാടി നോക്കാറില്ല. സത്യം അത് നമ്മളെന്തോ അവോയ്ഡ് ചെയ്യുന്ന പോലെയാ. ഈ കുറച്ച് ദിവസമായിട്ട് എനിക്ക് കണ്ണാടി നോക്കുന്നത് ഇഷ്ടം ഉണ്ടായിരുന്നില്ല, അതാണ് ഞാൻ പറഞ്ഞതേ. വെൽക്കം ബാക്ക് ഡിയേഴ്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്നെ ആശ്വസിപ്പിച്ച എല്ലാ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഒത്തിരി താങ്ക്സോടുകൂടി ഇന്നത്തെ വീഡിയോ തുടങ്ങുന്ന കേട്ടോ. കൊടുങ്കാറ്റാ ഇവിടെ. ഈ കൊടുങ്കാറ്റിൻ്റെ ഒരു പ്രത്യേകത, ആദ്യം നമ്മൾ ഒന്ന് പേടിക്കും, പിന്നെ രണ്ടാമത് ഒന്ന് അടിക്കുമ്പോഴേ നമ്മൾ മനസ്സുകൊണ്ട് പ്രിപ്പയർഡ് ആയിരിക്കും. ഇതൊക്കെ ചെയ്യണം നമ്മൾ, ഇത് കൊടുങ്കാറ്റാണെന്ന് നമുക്കൊരു തിരിച്ചറിവ് വരത്തില്ലേ? അതാട്ടോ നമ്മുടെ എല്ലാ ലൈഫ്. നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മുടെ ലൈഫിനെ അത് എഫക്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് അറിയാൻ പറ്റും. നമുക്കൊരു നല്ലത് വരുമ്പോഴും നമ്മുടെ നേച്ചർ അത് നമ്മളെ കാണിച്ചു തരും. നമുക്കൊരു നെഗറ്റീവ് വരുമ്പോഴും അത് ശരിക്കും നമുക്കത് എന്താ പറയുക, കണ്ണാടിയുടെ കാര്യം പറയുന്നുള്ള ഒരു റിഫ്ലക്ഷൻ വരും. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പോൾ അത് ഇതെന്താണെന്നറിയാമോ, നമുക്ക് നമ്മുടെ പടിഞ്ഞാറേ സൈഡിൽ നിൽക്കുന്ന മുരിങ്ങയ്ക്കയിന്ന് നമ്മുടെ മെയ്ഡ് കുറേ, അതെനിക്ക് തോന്നുന്നു കുറച്ച് അവർ വെട്ടിക്കളഞ്ഞ് ഗാർഡനേഴ്സ് അപ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് സാമ്പാറല്ലേ മുരിങ്ങയ്ക്ക ഉണ്ടാക്കാൻ നല്ലത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് മുരിങ്ങയ്ക്ക സാമ്പാർ ഉണ്ടാക്കാമെന്ന്. ശരിക്കും ഇത് ചോറിനല്ല കേട്ടോ ഞാൻ വെച്ചത്, ദോശയ്ക്ക. അപ്പോൾ ദോശയ്ക്ക് ഞാൻ അങ്ങനെ പുളി പിഴിയാറില്ല, തക്കാളി 1-2 ഇടും. പിന്നെ ജസ്റ്റ് ഒരു മഞ്ഞ കളറായിരിക്കും, മുളക് പൊടി ചേർക്കാറില്ല, പച്ചമുളകായിരിക്കും കൂടുതൽ, കുറച്ച് കുറുകി വന്നിരിക്കും. പിന്നെന്താ വറുത്തിടും നമ്മുടെ വറ്റൽമുളകൊക്കെ ഇട്ട്. എനിക്കെന്തോ നല്ല മെത്ത ദോശയും മുരിങ്ങയ്ക്ക സാമ്പാറും കഴിക്കാൻ തോന്നി. നമ്മുടെ മനസ്സിൽ എന്താണോ നമുക്ക് തോന്നുന്നത് അത് നമുക്ക് പറ്റുന്ന സമയമാണെങ്കിലും നമ്മളത് ചെയ്യാൻ നോക്കുക. നമ്മൾ സ്വന്തമായിട്ട് എൻജോയ് ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫ് കുറച്ചും കൂടെ ഹാപ്പി ആയിരിക്കും കേട്ടോ. വിഷമം എല്ലാവർക്കും വരും, അത് സ്വാഭാവികമാണ്. അത് നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് വരണം. എല്ലാവർക്കും എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. എപ്പോഴെങ്കിലും ഒരു ഉയർച്ചയും അതിൻ്റെ കൂടെ ഒരു താഴ്ച ഉണ്ടെങ്കിൽ ഒരു ഉയർച്ചയും അത് ഉറപ്പായിട്ടും കാണും. അപ്പം നമ്മുടെ ജോലികളൊക്കെ അതേ ഓരോന്നായിട്ട് തീർത്ത് കിട്ടോ. ഇതിൻ്റെ സൈഡിൽ കൂടെ നമ്മളൊരു ചിട്ടയായിട്ട് നമ്മുടെ മൈൻഡിനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോലിയും കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ കൂടെ പോകും. നമ്മൾ ആകെ അത് ചെയ്യണമല്ലോ ഇത് ചെയ്യണമല്ലോ എന്നൊക്കെ നമ്മൾ ആദ്യം പിടിക്കുമ്പോഴാണെന്ന് തോന്നുന്നു നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തത്. നമ്മുടെ ജോലികൾ നമ്മുടെ റൂട്ടീൻ്റെ ഭാഗമാകുമ്പോഴേ നമ്മളത് ചെയ്യാതിരിക്കുമ്പോൾ ഒരു വിഷമം വരും. നിങ്ങളൊരു ദിവസം ഫുഡ് ഉണ്ടാക്കാതെ നമ്മുടെ വീട്ടുകാർക്ക് കൊടുക്കാതിരുന്നാൽ നമുക്കൊരു മനസ്സിന് വിഷമം വരത്തില്ലേ? നമ്മളറിയാതെ ഉണ്ടാക്കണമെന്ന് തോന്നത്തില്ലേ? നമ്മളിപ്പോൾ ഒരു യാത്ര പോകുമ്പോൾ 1-2 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്കൊരു ചായ ഇട്ട് കുടിക്കാൻ, നമ്മുടെ ചായ നമ്മുടെ കൈ കൊണ്ട് ഇട്ട് കുടിക്കാൻ തോന്നത്തില്ലേ? എനിക്കതൊക്കെ തോന്നാറുണ്ട്. എനിക്ക് തോന്നുന്നു കൂടുതലും പേർക്ക് അങ്ങനെ തോന്നാറുണ്ടായിരിക്കും, നമ്മളൊരു വീട് നോക്കി വരുന്നവരാണെങ്കിൽ കേട്ടോ. അപ്പോൾ ഈ ജോലിക്കൊക്കെ പോകുന്നവരുടെ കാര്യമൊന്നും ആലോചിച്ചൊക്കെ എന്തോരം മാനേജ് ചെയ്തിട്ട് അവർ പോകുന്നത്, എന്തോരം സ്ട്രെസ്സിലൂടെ അവർ പോകുന്നത്. അപ്പോൾ അവരുമൊക്കെ ജീവിക്കുന്നില്ലേ? അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മുടെ ലൈഫിന് ചുറ്റുമുണ്ട്. അതൊക്കെ നമ്മൾ എന്താ പറയുക, ഇതാണ് ലൈഫ്. അപ്പോൾ ഇതേ നമ്മുടെ മെത്ത ദോശയും സാമ്പാറും റെഡി ആയിട്ടുണ്ടേ, ഞാൻ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ എനിക്കിഷ്ടമുള്ള എന്തെങ്കിലും ടി വിയിൽ കണ്ട് സമാധാനമായിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. വെപ്രാളപ്പെട്ട് അങ്ങനെ ഞാൻ കഴിക്കാറില്ല, അല്ലെങ്കിൽ ഞാൻ കഴിക്കത്തില്ല. വെപ്രാളമാണെങ്കിൽ സമാധാനമായിട്ട് എനിക്ക് കഴിക്കാൻ പറ്റുന്ന സമയം ഞാൻ എടുത്ത് കഴിക്കാറുള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മുടെ ദോശയും സാമ്പാറും. ഈ തൈരിനൊരു സ്റ്റോറി ഉണ്ട് കേട്ടോ. വേറൊന്നുമല്ല, ഞാൻ തലേദിവസം അത് ഉറച്ച് വെച്ചപ്പോൾ രാത്രി തുറന്ന് നോക്കിയപ്പോൾ പാലാന്ന് വെച്ച് ഫ്രിഡ്ജിലെടുത്ത് വെച്ചു. രാവിലെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് തൈര് കാണുന്നില്ല. നോക്കിയപ്പം ഫ്രിഡ്ജിലിരിക്കുക. പിന്നെ അതെടുത്ത് പുറത്ത് വെച്ച് എന്തായാലും സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് തേങ്ങ, ഒരു കുഞ്ഞു കഷ്ണം, അത് ഇങ്ങനെ കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇന്ന് നമ്മുടെ ഇരുമ്പ് കടായിൽ ഒരു ചിക്കൻ കറി വെക്കാമെന്ന് വെച്ചു. ഇരുമ്പ് കടായിൽ എനിക്ക് തോന്നുന്നു തക്കാളി ഇടാൻ പാടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും തേങ്ങ ഇങ്ങനെ ജസ്റ്റ് ഇട്ടാൽ തേങ്ങാക്കൊത്തിട്ട ഒരു ടേസ്റ്റ് ആവുമല്ലോ. അപ്പോൾ ഞാൻ അതിനകത്തോട്ട് എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ തേങ്ങാക്കൊത്തൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് ആസ് യൂഷ്വൽ നമ്മുടെ സവാളയൊക്കെ ആദ്യം വഴറ്റിയിട്ട് ലാസ്റ്റ് വേറൊരു രീതിയിൽ വെക്കാമെന്ന് വെച്ചു കേട്ടോ. എപ്പോഴും വെക്കുന്നൊരു രീതിയല്ല. ചേഞ്ച് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ലൈഫിൽ വേണ്ടേ. അതുപോലെ തന്നെ ഭക്ഷണത്തിനും ചേഞ്ച് ആകാം നമ്മുടെ മൈൻഡിനനുസരിച്ച്. പിന്നെ പൊടികളൊക്കെ നമ്മൾ സ്ഥിരം ഇടുന്ന ആസ് യൂഷ്വൽ പൊടികളും ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് ഡ്രൈ ആക്കിയിട്ട് ചിക്കൻ നന്നായിട്ട് കഴുകി. ഇതൊരു കിലോളം ഉണ്ട്. ഞാനിവിടെ ബോൺലെസ് ആണ് ഞങ്ങൾ കൂടുതൽ വാങ്ങുന്നത്. എൻ്റെ തൊണ്ടയിൽ എല്ല് കുടിയ കാര്യമൊക്കെ അറിയാമല്ലോ. അതിനുശേഷം പിന്നെ ഒരാൾക്ക് നമ്മുടെ എല്ലുള്ള ചിക്കനെ വാങ്ങാറില്ല. അപ്പോൾ അതെ, എന്തായാലും ഒന്ന് പുരട്ടി വെള്ളം ഒന്ന് തളിച്ചു കൊടുത്തേ ഉള്ളൂ. അടച്ച് തുറന്നപ്പോൾ നല്ല വെള്ളം അതിനകത്തുനിന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ടേ.
അപ്പോൾ ആവശ്യത്തിന് ഒരുവിധം വെന്തു, പക്ഷെ ഒന്നും കൂടെ ഒന്ന് വേകണമെന്ന് തോന്നി. ഒന്നും കൂടെ വെന്തിട്ട് നമുക്ക് തുറന്നിട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ചിക്കൻ വെന്ത് കിട്ടിയിട്ടുണ്ട്, ഉപ്പൊക്കെ കറക്റ്റാണ്. അപ്പോൾ ഞാൻ ലാസ്റ്റ് കുറച്ച് നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും അതും കൂടെ ഒന്ന് അരിഞ്ഞിട്ട് ഈ രീതിയിലിട്ട് ഒരു ഫ്ലേവർ വേറെ കിട്ടും കേട്ടോ. അപ്പോൾ അതൊന്ന് വെന്ത് വന്നപ്പോൾ അതിലേക്ക് നമ്മുടെ കറിവേപ്പിലേൻ്റെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. പുറത്ത് പോകാനുള്ള മടി കൊണ്ട് ഉള്ളത് വെച്ച് ഇട്ടു. കുറച്ച് അധികം ഉണ്ടായിരുന്നു, നന്നായിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാവേ. നമ്മുടെ മാവിൻ്റെ കാര്യമൊക്കെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഇതേ ഗുൽമോഹർ പൂത്തിരിക്കുന്നതൊക്കെ. പക്ഷെ അതല്ല, ഞാൻ ഇങ്ങോട്ട് വരുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഈ ചെടി കാണിച്ചു തരാനാണ്. നമ്മുടെ റൂമിൽ നിന്ന് നോക്കിയപ്പോഴാണ് ഞാൻ കണ്ടത് കേട്ടോ. ആദ്യം ഞാൻ നോട്ട് ചെയ്തില്ല, പിന്നെ എങ്ങനെയോ എൻ്റെ കണ്ണിൽ പെട്ടു. അങ്ങനെ അധികം കണ്ണിപ്പെടാത്തൊരു കാര്യം വേറൊന്നുമല്ല, ഇതിനകത്ത് നിറച്ച് നാരങ്ങ പിടിച്ച് നിൽക്കുക കണ്ടോ, നിറച്ച് നാരങ്ങ. ഇത് ഫസ്റ്റ് ടൈം ആട്ടോ ഞങ്ങളിവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഈ നാരകം പൂക്കുന്നത്. നിറച്ച് നാരങ്ങ. ഇവിടെ കുറേ നാരങ്ങ ചെടികൾ നമ്മുടെ ഈ ടൗൺഷിപ്പിനകത്തുണ്ടെങ്കിൽ നമ്മുടെ റൂമിനോട് ചേർന്ന് നിൽക്കുന്നതല്ലേ, അപ്പം നമുക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം ഓടി വന്ന് എടുക്കാമല്ലോ. ഞാനിത് മോരിലിടാൻ വേണ്ടി ഇതിൻ്റെ ഇലയൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. പക്ഷെ നാരങ്ങ ഇങ്ങനെ പിടിച്ച് നമ്മുടെ തൊട്ട്, അതായത് ജനലിൽ കൂടെ നോക്കിയപ്പോൾ കണ്ടപ്പോൾ ഒരു സന്തോഷം. പൂവിട്ട് നിൽക്കുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, അതെല്ലാം എന്തായാലും കായായി. പിന്നെ ഇനി അങ്ങോട്ട് ചൂടല്ലേ, നാരങ്ങ വെള്ളമൊക്കെ നമുക്ക് ആവശ്യമാണ്. നാരങ്ങ എപ്പോഴും നമ്മുടെ കിച്ചണിലെ ഒരു സംഭവമാണ്, വേണ്ട സംഭവമല്ലേ. ഏത് രീതിയിലായാലും വെറുതെ ഒന്ന് മണപ്പിച്ചാലും നമുക്കൊരു എന്താ പറയുക എനർജി തരുന്ന ഒരു സംഭവമാണ് ഈ നാരങ്ങയില എന്നൊക്കെ പറയുന്നത്. നല്ല കാമായിട്ട് കിടക്കുക നമ്മുടെ ടൗൺഷിപ്പ്. ഇതേ നമ്മുടെ അടുത്ത നാരങ്ങ ചെടി, അതിനകത്തൊന്നും ആയിട്ടില്ല. ഞാൻ ഈ ചുവന്ന കളർ എന്താണെന്ന് ഇങ്ങനെ വിചാരിക്കായിരുന്നു അകത്ത് നിന്നപ്പോൾ. അത് ശരിക്കും നമ്മുടെ ഗുൽമോഹർ പൂക്കൾ വീണ് ഇങ്ങനെ കിടക്കുന്നതാണ്. ഞാൻ ആദ്യം വെച്ചു ഇനി നാരങ്ങയുടെ പൂവിൻ്റെ കളർ ഇതാണ്, ഇത്രയും വലിയ ചുമന്ന കളറിൽ അങ്ങനെ കാണാറില്ലല്ലോ. അങ്ങനെ ഞാൻ വന്ന് നോക്കിയപ്പോൾ ഈ ഗുൽമോഹർ പൂക്കളായിട്ട് ഇങ്ങനെ മെത്ത പോലെ കിടപ്പുണ്ട്. എന്ത് ഭംഗിയായിട്ടുണ്ട് കേട്ടോ, സംഭവം നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ കിടപ്പുണ്ട്. പിന്നെ ഒരു പ്രത്യേക ഒരു മണവും ഉണ്ട് ഈ പരിസരത്ത്, എന്താ അറിയത്തില്ല. ഗുൽമോഹർ പൂവിന് അത്ര മണമൊന്നും അങ്ങനെ ഇല്ലല്ലോ, മണമില്ല ആ പൂവിന്. പക്ഷെ എനിക്ക് നാരങ്ങയുടെ എന്തൊക്കെയോ ഒരു പ്രത്യേക മണം. അപ്പോൾ ഞാനിനി എന്തായാലും കറിവേപ്പ് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ കറിവേപ്പ് പോയി നിന്നാണ്, അത് പൊട്ടി വീണ്ടും കിളിച്ച് 2 എണ്ണം ഉണ്ട്. അതിൽ ഒരെണ്ണം അത്ര സുഖമില്ല, ഒരെണ്ണം നമ്മുടെ നാട്ടിൽ അതേ മണത്തിൽ കിട്ടുന്നത് ഈ സംഭവം. അതിനപ്പുറത്ത് നിൽക്കുന്നത് വേപ്പിൻ്റെ കൂടെ സങ്കരമായിപ്പോ കേട്ടോ. ഇവിടെ കുറേ വേപ്പുള്ളതുകൊണ്ടേ സങ്കരനായി പോവും. അപ്പോൾ ആദ്യം നിൽക്കുന്ന ഒരു സങ്കരനാണ്, കുറച്ച് കയ്പ്പ് രസം ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഈ ഇപ്പുറത്ത് നിൽക്കുന്ന നല്ലതായിരുന്നു. നമ്മുടെ ടൗൺഷിപ്പിൽ വീട്ടിൽ ബേക്കിംഗ് ഒക്കെ തുടങ്ങിയപ്പോൾ അവർ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ ഇടും കേട്ടോ ഡെയിലി. പക്ഷെ നല്ല പൈസ ഉണ്ട് കേട്ടോ ഇപ്പോൾ, കാരണം ഒരു ചെറിയൊരു സിമ്പിൾ കേക്കിന് ഒരു 500 രൂപയൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചു എന്താ നമുക്ക് നമ്മുടെ കൊച്ചുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്തൂടെ വെച്ചിട്ട് ഞാൻ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടേ ചോക്ലേറ്റൊക്കെ സെറ്റാക്കി ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിൻ്റെയൊക്കെ റെസിപ്പി ആയിട്ട് തന്നെ നമ്മുടെ ചാനലിൽ ഇടാം. ഹോട്ട് ഡ്രിങ്കിങ് ചോക്ലേറ്റ് ഉണ്ടായിരുന്നില്ല, അതാണ് തട്ടിയിട്ട്. അതിന് കുറച്ച് മധുരമുണ്ട്, അപ്പം പഞ്ചസാര അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയല്ലോ. നല്ല കിടിലമായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്തോരം കഴിക്കാനുണ്ടെന്ന് അറിയാമോ. നമ്മൾ ഇവിടുന്ന് വാങ്ങുന്നത് കുഞ്ഞി കേക്കാന്നേ, നമ്മുടെ കൈവെള്ളയിൽ ഒതുങ്ങുന്ന കേക്കിനാണ് നമ്മൾ 500 രൂപയൊക്കെ കൊടുക്കുന്നത്. ഇത് എത്ര സുഖമായിട്ട് കഴിക്കാം. കുറച്ച് അരി ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊന്ന് ആട്ടി വെച്ചിട്ടേ വിളക്കും കാര്യങ്ങളൊക്കെ കത്തിക്കണ്ടേ. അപ്പോൾ ഞാൻ നമ്മുടെ റെസിപ്പീസൊക്കെ ഈ പാചകം അറിയാത്ത ആളുകളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് വേണ്ടി ഞാൻ കുഞ്ഞു കുഞ്ഞു റെസിപ്പി ആയിട്ട് എളുപ്പം ഇട്ടേക്കാം കേട്ടോ. അങ്ങനെ വലിച്ചു നീട്ടിയൊന്നും ഇല്ലാതെ ഒരു 4-5 മിനിറ്റിലൊരു 3-4 കൂട്ടം ഒക്കെ അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുക ഡിയേഴ്സ്. ഒത്തിരി സ്നേഹത്തോടെ താങ്ക് യു സോ മച്ച്. ബൈ ബൈ ഡിയേഴ്സ്.